ഇന്ന് ഇന്ത്യ രാജ്യത്തെ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നതിന്റെ പിന്നിൽ ഈ കബാലയും തെൽമൂദുമാ. ജോ ബൈഡൻ അമേരിക്കയിൽ അധികാരത്തിലിരിക്കുന്നതിന് പിന്നിൽ ഈ കബാലയും തെൽമൂദുമാണ്. ലോകം മുഴുവനും സൗദി അറേബ്യയിലെ സൽമാൻ രാജാവ് ഇരിക്കുന്നതും അത് തന്നെയാ. ലോകത്തെ ഭരണാധികാരികളിൽ ഒരുപക്ഷെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ ഇഴകീറി പഠിച്ച് മനസ്സിലാക്കിയതിൽ നിന്നും ഒരല്പമെങ്കിലും ഒരുപക്ഷെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഈ കോർപ്പറേറ്റ് സ്വാധീനമെന്ന് പറയുന്ന ഈ കബാലയുടെയും തൽമൂദിന്റെയും സ്വാധീനമെത്താത്ത ഭരണം ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തൊരു പത്രപ്രവർത്തകൻ പറഞ്ഞു ഇത് ചുമ്മാണെന്ന് പറഞ്ഞു. ഞാൻ ഇതിനെക്കുറിച്ച് കാര്യമായി റിസർച്ച് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ന്യൂയോർക്ക് ടൈംസിൻ്റെ വാർത്തയാണ്. ഇതിനെക്കുറിച്ചുള്ള ന്യൂയോർക്ക് ടൈംസിൻ്റെ വാർത്തയാണ്. ഇതിൻ്റെ വീഡിയോ ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട് ഇതിൻ്റെ വീഡിയോ. ബിൽഗേറ്റ്സ് 2018 ഈ സാധനം വന്ന 2005 ബിൽഗേറ്റ്സ് ലോകരാജ്യങ്ങളിലെ പ്രതിനിധികളെ വിളിച്ചിരുത്തിയിട്ട് എങ്ങനെ മനുഷ്യന്റെ മനസ്സിനെ, എങ്ങനെ പെണ്ണിന്റെ മനസ്സിനെ, എങ്ങനെ കുട്ടികളുടെ മനസ്സിനെ ഭീകരമാക്കാൻ പറ്റും, എങ്ങനെ പൈശാചികവൽക്കരിക്കാൻ പറ്റും, പിശാചിന്റെ ആരാധനയിലേക്ക് എങ്ങനെ ലോകത്തിനെ കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ ആ വീഡിയോയുടെ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗം നിങ്ങൾ കാണാം. ദേ ഇതാണ്. 4 വീഡിയോകളുണ്ടായിരുന്നു 2004. 2020 ഈ വാർത്ത വരുമ്പോഴുമുണ്ട്. ഇന്ന് കണ്ട 2 വീഡിയോ ഡിലീറ്റ് ആണ്. 2 ഉള്ളൂ. ആ 2 ഉള്ളിൽ ഇത് ബിൽഗേറ്റ്സ് കാണിക്കുന്ന ആ വീഡിയോയിൽ ഈ കേരളത്തിലും കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും പട്ടണ പ്രദേശങ്ങളിലും കോട്ടയത്തും ഉൾപ്പെടെ സാത്താൻ സേവയുടെ കേന്ദ്രങ്ങൾ പിശാചിനെ ആരാധിക്കുന്ന മനുഷ്യരുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാത്താൻ സേവാ കേന്ദ്രങ്ങളിൽ സ്ത്രീകളുടെ ശരീരം ബലിപീഠത്തിൽ കിടത്തി, ഒരു നൂല് വസ്ത്രമില്ലാത്ത സ്ത്രീകളെ കൊണ്ടുവന്ന് ബലിപീഠത്തിൽ കിടത്തി ആ സ്ത്രീകളുടെ ആന്തരിക രഹസ്യഭാഗങ്ങളിൽ ആർത്തവരക്കത്തിൻ്റെയും വേസ്റ്റുകളും തുണിയിൽ തേച്ച് റെഡിയാക്കി അതിനെ അവരുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊണ്ട് ആഭാസതരത്തിൻ്റെ ഏറ്റവും മോശമായ വിശ്വാസമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകൾ ലോകം നിയന്ത്രിക്കുന്നു എന്നിടത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിനായി നഖം വെട്ടിയിട്ട് കുഴിച്ചിടാൻ പറഞ്ഞത്? ആർത്തവത്തിൻ്റെ വേസ്റ്റുകളും മറ്റും കുഴിച്ചിടണമെന്ന് എന്തിനാ പറഞ്ഞത്? തോന്നുന്നിടത്ത് വലിച്ചെറിയരുത് എന്തിനാ പറഞ്ഞത്? ഒരാളെ ആഭിചാരം ചെയ്യണമെങ്കിൽ, ഒരാളെ സിഹിർ ചെയ്യണമെങ്കിൽ അവരുടെ ബോഡിയുടെ വേസ്റ്റ് കെട്ടിയാൽ അതിവേഗം അതിലേക്ക് കൽപ്പിക്കാൻ പറ്റുമെന്നാണ്. അന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹൈക്കൽ സുലൈമാൻ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഫലസ്തീനിന്റെ മണ്ണിൽ, ജെറുസലേമിന്റെ മണ്ണിൽ ഇസ്രായേലുകൾ യുദ്ധം ചെയ്യുക. ഫലസ്തീനികളും ഇസ്രായേലുകളും തമ്മിൽ നടക്കുന്ന യുദ്ധം അവരുടെ കാഴ്ചപ്പാടിൽ താബൂത്ത് എന്ന് പറയുന്ന മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ അവർക്ക് കൈമാറ്റം ചെയ്ത് കിട്ടുവാൻ അവർ പ്രതീക്ഷിച്ചിരുന്ന ആ താബൂത്ത് നഷ്ടപ്പെട്ടു. അത് ഹൈക്കൽ സുലൈമാന്റെ അടിയിലുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സിംഹാസനത്തിന്റെ അടിയിലുണ്ട്, അല്ലെങ്കിൽ ഖുബ്ബത്തുസ് സഖറയുടെ അടിയിലുണ്ട്, അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സയുടെ അടിയിലുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ മസ്ജിദുൽ അഖ്സയെ തകർത്ത് ഖുബ്ബത്തുസ് സഖറയെ തകർത്തിട്ട് അതിന്റെ അടിയിൽ നിന്ന് താബൂത്ത് എടുക്കണം. അതിനു വേണ്ടിയിട്ട് അവർ യുദ്ധം ചെയ്യാം. ഇനിയും തീർന്നില്ല. നമ്മൾ വിചാരിക്കുന്നിടത്തല്ല ലോകം. അനുദിനം ആർത്തലച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഇതിൽ മനുഷ്യന്റെ ഇടപെടൽ കൂടി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾ കൂട്ടണ്ട, ഞാൻ പറയുന്നത് നുണയായിട്ട് കൂട്ടിയാൽ മതി. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എടുത്തിട്ട് HAARP എന്നടിച്ചു നോക്കി, ഹാർപ്പ് എന്നടിച്ചു നോക്കുക. ഹാർപ്പ് ഇത്ര അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഒരു സ്ഥലം തെളിയും. അമേരിക്കയിലെ പെൻസിൽവാനിയ 1993 ഹൈ ഫ്രീക്വൻസി സിസ്റ്റത്തിലൂടെ ഹാർപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്താണെന്നറിയോ? കാലാവസ്ഥാ വ്യതിയാനം പോലും ഗവൺമെൻറ്റുകളെ വരുതിയിലാക്കുവാൻ, അധികാരികളെ വരുതിയിലാക്കി പൈശാചിക താല്പര്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുന്ന രൂപത്തിൽ നമ്മൾ ചിന്തിച്ചതിനൊക്കെ എത്രയപ്പുറം കാര്യങ്ങൾ നടക്കുന്നു. ഈമാനില്ലാത്ത അവസ്ഥയിൽ ഈ ലോകത്തുനിന്നും യാത്രയാക്കുക എന്നതിന് വ്യവസ്ഥാപിതമായ പദ്ധതികളോടെ നടപ്പിലാക്കപ്പെടുന്നു. വാൾട്ട് ഡിസ്നി എന്നൊരു ഗ്രൂപ്പ് തന്നെ പ്രവർത്തിക്കുകയാണ്. വാൾട്ട് ഡിസ്നി എന്താ അവരുടെ പരിപാടി എന്നറിയോ? നമ്മുടെ കുഞ്ഞുമക്കൾ, ഈ കുഞ്ഞുമക്കൾ, ആ മക്കൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് കണ്ടുകൊണ്ടിരിക്കുക. നമ്മളെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ആ കുട്ടികളെ കൊടുക്കുക. ആ കുട്ടികൾ, നമ്മൾ പലപ്പോഴും വളരെ അഭിമാനത്തോടെ പറയും, എനിക്കറിയാത്തതെല്ലാം അവനറിയാമെന്ന് പറയും. അവനെല്ലാം അറിയാം, അതെ എല്ലാം അറിയാമെന്ന് പറയും. ആ കുട്ടിയെടുക്കൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ കുട്ടി നോക്കുന്ന എന്താണെന്ന് നോക്കണം. എന്തായിരിക്കും ആ കുട്ടി കാണുന്ന ഗെയിം? ഏതായിരിക്കും? ഒന്നുകിൽ ഷൂട്ടിംഗ്, അല്ലേ, കൊലപാതകം. ഈ കുട്ടിയാണ്, അവന് റിയാലിറ്റിയിൽ കൊലപാതകത്തിൻ്റെ പരിശീലനം കൊടുത്ത്
ഇന്ന് അത്യന്താധുനിക സമൂഹത്തിൽ കുഞ്ഞുകുട്ടികൾ തോക്കെടുത്തിട്ട് അയൽപക്കത്തിരിക്കുന്നവന്റെ നെഞ്ചത്തേക്ക് നിറയൊഴിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ അവന് യാതൊരു സങ്കോചവുമില്ല, അവന് യാതൊരു വിഷമവുമില്ല. മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തേക്ക് കടന്നു വരുമ്പോൾ അന്ന് ലോകത്തേറ്റവും പ്രചാരത്തിലുണ്ടായിരുന്നത് ആഭിചാരക്രിയയായിരുന്നു. ആഭിചാരക്രിയയുടെ ആളുകളായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത്. മഹാനവറുകൾ ഭരണം നടത്തുന്ന കാലം ആ മഹാനവറുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജിന്നുകളെയും പിശാചുക്കളെയും കീഴടക്കി കൊടുത്തു. അല്ലാഹു സുലൈമാൻ നബിക്കും ദാവൂദ് നബിക്കും മാത്രം കൊടുത്ത ചില പ്രത്യേകതകളുണ്ട്. വഅലന്നാ ലഹുൽ ഹദീദ്, കൈവെള്ളയിൽ കുഴച്ച മാവ് കുഴക്കുന്നത് പോലെ ഇരുമ്പിനെ കൈകൊണ്ട് കുഴക്കാൻ ദാവൂദ് നബിക്ക് അല്ലാഹു കഴിവ് കൊടുത്തു. അതുപോലെ പക്ഷിപറവാദികളെയും അതുപോലെ ഇരുമ്പിനെയും ജിന്ന് വിഭാഗത്തിനെയും പിശാചുക്കളെയും അടക്കിയൊതുക്കി കാൽ കീഴിലേക്ക് കൊണ്ടുവരാൻ സയ്യിദുനാ സുലൈമാൻ നബിക്ക് അല്ലാഹു കഴിവ് കൊടുത്തു. ജിന്നും മിൻസും അടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ള ജഗതലപതികൾക്ക് അധിപതിയായി വാഴുമ്പോൾ ഗദ്ഗദ് സ്വരമിൽ ഹുദുഹുദു ഒരു കഥയോതി തിരുസവിധത്തിൽ അധിപതിയപ്പതു മക്കഥ കേട്ട ജബായല്ലോ. ഈ കേരളത്തിലും കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും പട്ടണ പ്രദേശങ്ങളിലും കോട്ടയത്തും ഉൾപ്പെടെ സാത്താൻ സേവയുടെ കേന്ദ്രങ്ങൾ പിശാചിനെ ആരാധിക്കുന്ന മനുഷ്യരുണ്ട്. പിശാചിനെ ആരാധിക്കുന്ന മനുഷ്യരുണ്ട്. പിശാചിനെ ആരാധിക്കോ? അതെ, അള്ളാഹുവിനെ ഞാനും നിങ്ങളും അള്ളാഹുവിനെ ആരാധിക്കുന്നു. ഇതേപോലെ പിശാചിനെ ആരാധിക്കുന്ന മനുഷ്യർ സാത്താനിസ്റ്റുകൾ എന്നാണ് അവരെ പറയാ. ഇന്ന് ലോകം ഭരിക്കുന്നവരാണ്, അറിയോ? പിശാചിന്റെ ആരാധകർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാത്താൻ സേവാ കേന്ദ്രങ്ങളിൽ സ്ത്രീകളുടെ ശരീരം ബലിപീഠത്തിൽ കിടത്തി, ഒരു നൂല് വസ്ത്രമില്ലാത്ത സ്ത്രീകളെ കൊണ്ടുവന്ന് ബലിപീഠത്തിൽ കിടത്തി ആ സ്ത്രീകളുടെ ആന്തരിക രഹസ്യ ഭാഗങ്ങളിൽ ആർത്തവരക്കത്തിൻ്റെയും വേസ്റ്റുകളും തുണിയിൽ തേച്ച് റെഡിയാക്കി അതിനെ അവരുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊണ്ട് ആഭാസത്തരത്തിൻ്റെ ഏറ്റവും മോശമായ, അതായത് മതവിശ്വാസമുള്ള ഒരാളിന് അംഗീകരിക്കാൻ കഴിയാത്ത ഏറ്റവും മഹാമോശമായ കാര്യങ്ങൾ വിശ്വാസമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകൾ ലോകം നിയന്ത്രിക്കുന്നു എന്നിടത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൊലപാതകം നടന്നാൽ ഒരാളിനെ കണ്ടില്ലെങ്കിൽ പിടിക്കപ്പെടും, ഇന്നല്ലെങ്കിൽ നാളെ എങ്ങനെയെങ്കിലും പിടിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? പിന്നെ വന്നിട്ട് എന്താ ധൈര്യം വന്നത്? ആ ധൈര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ ധൈര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടേതായ ആഭിചാരത്തിന്റെ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ, ആ ആളുകൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് ചെയ്യാൻ അവർക്ക് ആ സമയത്തൊരു വല്ലാത്ത ധൈര്യം കിട്ടും. അള്ളാഹുവിന്റെ പരിശുദ്ധ കലാം, പരിശുദ്ധ ഖുർആൻ ഈ ഉമ്മത്ത് പിഴച്ചു പോകാൻ കാരണമായ പല വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു. ലോകത്ത് ഇന്ന് ലോകം നിയന്ത്രിക്കുന്ന ആളുകളുടെ 2 ഗ്രന്ഥങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും പോകാറുള്ള നമ്മുടെ ആളുകൾ, നമ്മുടെ സഹോദരിമാർ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പോകും പലരുടെ അടുക്കൽ. ചിലർ തൊപ്പിയിട്ട ആളുകളായിരിക്കും, ചിലർക്ക് നല്ല തലപ്പ ഉണ്ടാവും, ചിലർക്ക് കുരിശായിരിക്കും, ചിലർക്ക് പിന്നെ വേറെന്തെങ്കിലും ആയിരിക്കും. ഏതായിരുന്നാലും കുല്ലുൻ സവ എന്നേ പറയാനുള്ളൂ. എല്ലാം ഇവരെല്ലാവരുടെ അടുക്കൽ ഇരിക്കലെ കിതാബ് നോക്കിയാലേ ദാ ഇതുപോലത്തെ ഒരു സാധനം ഇരിക്കും. ഇതിന്റെ പേര് തെൽമൂദ് എന്നാണ്. തെൽമൂദ്, അത്തൽമൂദ്. ഇതിനെന്താണെന്ന് അറിയാ പറയാ? അഖ്തറു കിതാബിൻ, ലോകം കണ്ട ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഗ്രന്ഥമാണ് തെൽമൂദ്. ആരുടെ ഗ്രന്ഥമാണെന്നറിയോ? ലോകത്ത് മാരണവിദ്യ, ആഭിചാരവിദ്യ ഏറ്റവും അധികം ആവാസത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ആളുകളാണ് യഹൂദികൾ. ആ യഹൂദികൾ മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ജിന്നും മിൻസും അടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ള ജഗതലപതികൾക്ക് അധിപതിയായി വാഴുമ്പോൾ ഗദ്ഗദ് സ്വരമിൽ ഹുദുഹുദു ഒരു കഥയോതി തിരുസവിധത്തിൽ അധിപതിയപ്പതു മക്കഥ കേട്ട ജബായല്ലോ. മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. ലോകത്ത് വന്നൊരു പ്രവാചകനാണ്. ആ പ്രവാചകൻ മാനവകുലത്തിൻ്റെ മാത്രം പ്രവാചകനല്ല, പിന്നെയോ ഇൻസ് വിഭാഗത്തിന് പുറമെ ജിന്നുകളുടെയും പ്രവാചകനായിരുന്നു.
ത്വായിറുകളുടെയും പ്രവാചകനായിരുന്നു. ഈ ലോകത്തെ സർവചരാചരങ്ങളിലേക്കും വന്ന പ്രവാചകന്മാരിൽ അല്ലാഹു സുലൈമാൻ നബിക്കും ദാവൂദ് നബിക്കും മാത്രം കൊടുത്ത ചില പ്രത്യേകതകളുണ്ട്. വഅലന്നാ ലഹുൽ ഹദീദ്, കൈവെള്ളയിൽ കുഴച്ച മാവ് കുഴക്കുന്നത് പോലെ ഇരുമ്പിനെ കൈകൊണ്ട് കുഴക്കാൻ ദാവൂദ് നബിക്ക് അല്ലാഹു കഴിവ് കൊടുത്തു. അതുപോലെ പക്ഷിപറവാദികളെയും അതുപോലെ ഇരുമ്പിനെയും ജിന്ന് വിഭാഗത്തിനെയും പിശാചുക്കളെയും അടക്കിയൊതുക്കി കാൽ കീഴിലേക്ക് കൊണ്ടുവരാൻ സയ്യിദുനാ സുലൈമാൻ നബിക്ക് അല്ലാഹു കഴിവ് കൊടുത്തു. ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്താകുന്ന ഒരു ഘട്ടമുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം, ഓരോ പ്രവാചകന്മാർ വരുന്ന കാലം, ആ കാലഘട്ടത്തിൽ ഓരോ സംഗതിയായിരുന്നു ലോകം അടക്കി വേണ്ടിയിരുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തേക്ക് കടന്നു വരുമ്പോൾ അന്ന് ലോകത്തേറ്റവും പ്രചാരത്തിലുണ്ടായിരുന്നത് ആഭിചാരക്രിയയായിരുന്നു. ആഭിചാരക്രിയയുടെ ആളുകളായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത്. മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രവാചകനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ വത്തബഉ മാ തതുലു ശയാതീനു അലാ മുൽകി സുലൈമാൻ വത്തബഉ മാ തതുലു ശയാതീനു അലാ മുൽകി സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാതീന കഫറു യുഅല്ലിമൂന അന്നാസ അസ്സിഹ്റാ. അള്ളാഹുവിന്റെ പ്രവാചകനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അവർ പറഞ്ഞു. ആരാണ്? യഹൂദികൾ പറഞ്ഞു, സുലൈമാൻ ആഭിചാരക്രിയക്കാരനാ. ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ മദീന ത്വയ്യിബയിൽ സ്വഹാബത്തിന് ദാവൂദ് നബിയെ കുറിച്ച്, സുലൈമാൻ നബിയെ കുറിച്ച്, അഖുൽ അംബിയാ മഹാനായ ആ റസൂലുള്ളാഹി തങ്ങളുടെ സഹോദരനായ സുലൈമാൻ നബിയെ കുറിച്ച് പറയുമ്പോൾ യഹൂദികൾ പറഞ്ഞു, സുലൈമാൻ ആഭിചാരക്കാരനാണ്, കുഴപ്പക്കാരനാ എന്ന് പറഞ്ഞ യഹൂദികൾ, ആ യഹൂദി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, യഹൂദ എന്നത് മഹാനായ യാക്കൂബ് നബിയുടെ മക്കളിൽപ്പെട്ടൊരു മകന്റെ പേരാണ്. ആ മകന്റെ പരമ്പരയിൽ വന്ന ജാലൂത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ അഹ്ലുകാരാണ് പിൽക്കാലത്ത് ലലാലത്തിലേക്ക് പോയ യഹൂദി വിഭാഗം. ആ യഹൂദി വിഭാഗം ആളുകൾ മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകൾ ഭരണം നടത്തുന്ന കാലം, ആ മഹാനവറുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജിന്നുകളെയും പിശാചുക്കളെയും കീഴടക്കി കൊടുത്തു. ആ ജിന്നുകളെയും പിശാചുക്കളെയും അടക്കി നിർത്തിക്കൊണ്ട് അവർക്ക് ഖുദൂറുർ റാസിയാത്ത്, മനുഷ്യനെ കൊണ്ട് എടുത്തു പൊക്കാൻ പറ്റാത്തത്ര വലിപ്പമുള്ള പാത്രങ്ങൾ. നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടും. അന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹൈക്കൽ സുലൈമാൻ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഫലസ്തീനിന്റെ മണ്ണിൽ, ജെറുസലേമിന്റെ മണ്ണിൽ ഇസ്രായേലുകൾ യുദ്ധം ചെയ്യുക. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അഹ്ലുകാരും ഫലസ്തീനികളും ഇസ്രായേലുകളും തമ്മിൽ നടക്കുന്ന യുദ്ധം, അവരുടെ കാഴ്ചപ്പാടിൽ താബൂത്ത് എന്ന് പറയുന്ന മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ അവർക്ക് കൈമാറ്റം ചെയ്ത് കിട്ടുവാൻ അവർ പ്രതീക്ഷിച്ചിരുന്ന ആ താബൂത്ത് നഷ്ടപ്പെട്ടു. അത് ഹൈക്കൽ സുലൈമാന്റെ അടിയിലുണ്ട്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സിംഹാസനത്തിന്റെ അടിയിലുണ്ട്, അല്ലെങ്കിൽ ഖുബ്ബത്തുസ് സഖറയുടെ അടിയിലുണ്ട്, അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സയുടെ അടിയിലുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ മസ്ജിദുൽ അഖ്സയെ തകർത്ത് ഖുബ്ബത്തുസ് സഖറയെ തകർത്തിട്ട് അതിന്റെ അടിയിൽ നിന്ന് താബൂത്ത് എടുക്കണം. അതിനു വേണ്ടിയിട്ട് അവർ യുദ്ധം ചെയ്യാം. ഞാനീ പറഞ്ഞു പോണത് ഒരു 100,000 വിഷയങ്ങൾ ഇങ്ങനെ കയറിപ്പോണ്ട വിഷയങ്ങൾ, ഇങ്ങനെ എല്ലാം കൂടെ സൂചിപ്പിച്ച് പോകണമെന്നുള്ളത്, വായിക്കാനും പഠിക്കാനും വേണ്ടിയാ. ഇപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത വല്ലാത്തൊരു കഴിവായിരുന്നു, സഹായമായിരുന്നു. ജിന്നുകളെ പിശാചുക്കളെ വഴിപ്പെടുത്തി കൊടുത്തു. ആ പിശാചുക്കളെ കൊണ്ട് മനുഷ്യന് അസാധ്യമെന്ന് തോന്നുന്ന പലതും, മനുഷ്യ സമൂഹത്തിന് സാധ്യമല്ലാത്ത പലതും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഭയങ്കര കൊട്ടാരങ്ങൾ, വലിയ പാത്രങ്ങൾ, വലിയ കുളങ്ങൾ, കിണറുകൾ ഒക്കെ ഇബ്ലീസുകളെ കൊണ്ട്, ഈ പിശാചുക്കളെ കൊണ്ട് ഉണ്ടാക്കി. സുലൈമാൻ നബി അവസാനം ഓർഡർ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒരു വടിയുടെ പുറത്തിരുന്നിട്ട് അവർക്ക് ആജ്ഞ കൊടുത്തിട്ട് പണിയിപ്പിച്ചുകൊണ്ടിരിക്കുക. എല്ലാം പേടിച്ച് വരേണ്ട എല്ലാം മണിമാടി ചെയ്തുകൊണ്ടിരിക്കുക. കുറേ ദിവസം കഴിഞ്ഞപ്പോഴാ ചെതല് കയറുകയാണ്. സുലൈമാൻ ഇരുന്ന വടിയുടെ അടിയിൽ ചെതല് കയറുകയാണ്. അപ്പോഴാ മനസ്സിലായത് സുലൈമാൻ മരിച്ചുപോയി അലൈഹി സ്വലാത്തു വസ്സലാം. പിശാചിനാകെ നാണമായി. ഇബ്ലീസ് പറഞ്ഞു, ഷടാ നമ്മളെ പറ്റിച്ചല്ലോ, ഇതാകെ നാണമായി പോയല്ലോ എന്ന് പറഞ്ഞു. എന്തായിരുന്നാലും ഒരു പണി കൊടുത്തിട്ട് എന്നെ ബാക്കി. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി. ഫലമ്മാ മാത സുലൈമാൻ, മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി കഴിഞ്ഞപ്പോൾ ആ സമയത്ത് പിശാചുക്കൾ വന്നു, രൂപം മാറി വന്നു. എന്നിട്ട് അവരെന്താ ചെയ്തത്? ആ പിശാചുക്കൾ വന്നിട്ട്
ആ കാലഘട്ടത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഭരണം നടത്തുമ്പോൾ നാട്ടുകാരായ ആളുകൾ ജനങ്ങൾക്ക് ഉപദ്രവം ചെയ്തുകൊണ്ട് നടത്തിയിരുന്ന ആഭിചാര വേലകളുടെ മാരണത്തിൻ്റെ ക്ഷുദ്രപ്രയോഗത്തിന് ചെയ്തിരുന്ന പല പദ്ധതികൾ പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ പോലും പറയുന്ന ഭാര്യ ഭർത്താക്കന്മാരെ രണ്ടാക്കി മാറ്റാനുള്ള പരിപാടി, രോഗമില്ലാത്തവന് രോഗമുണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടി, അപകടത്തിൽ പെടുത്താനുള്ള പരിപാടി, ആരെയും എന്തും ചെയ്യാൻ കഴിയുന്ന പരിപാടി, എന്തും ചെയ്യാൻ പറ്റും. ഇന്നലെ ഒരു വെളിവില്ലാത്ത ഒരു യൂട്യൂബിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച വന്നപ്പോൾ ആധുനിക ഖവാരിജിസം ഉണ്ട്, മുഅ്തസിലിസം. ഇത് ആകെക്കൂടെ ഇസ്ലാമിക ലോകത്ത് ഇതിനെ നിരാകരിച്ച മുഅ്തസിലാക്കളാണ്. ആ മുഅ്തസിലത്തിൻ്റെ ആധുനിക രൂപമുണ്ട്. അവർ ഭയങ്കര വിശ്വാസത്തിൻ്റെ ആളുകളെന്നാണ് നമ്മുടെ ഇടയിൽ പറയുക. ഒരു കാര്യമില്ല, ഖവാരിജ് ആധുനിക ഖവാരിജിൻ്റെ ആളുകളാണ്. അപ്പോൾ അവർ പറയാ എന്നാ പിന്നെ ചെയ്ത് കാണിക്കാൻ, ഖുർആനെ നിഷേധിക്കുക. ഇമാം നബവി പറഞ്ഞു, ആരെങ്കിലും വമൻ അൻകറ സിഹ്റ, ഇസ്ലാമിൻ്റെ പരിശുദ്ധ ഖുർആൻ കൂടെ ഹക്കായ ഒരു കാര്യത്തിന് നിഷേധിക്കലാണ്. ഖുർആൻ പറയാ യുഅല്ലിമൂന അന്നാസ സിഹ്ർ, സിഹ്റിനെ അവർ പഠിപ്പിച്ചിരുന്നു, സിഹ്റിനെ അവർ പഠിപ്പിച്ചിരുന്നു. മയുഫർരിഖു ബൈനൽ മർഇ വസൗജിഹി, ഭാര്യ ഭർത്താക്കന്മാരെ ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു കട, രണ്ടുപേര് കച്ചവടം തുടങ്ങി, ഒരുത്തൻ വേറൊരുത്തൻ്റെ കട പൊളിക്കാൻ തീരുമാനിക്കുക, നേരെ കൊണ്ട് ചെല്ലുന്നു, എന്തെങ്കിലും എടുക്കുന്നു, കൊണ്ട് ചെല്ലുന്നു, പരിപാടി ചെയ്യുന്നു, കഴിഞ്ഞു. എന്തിനായി നഖം വെട്ടിയിട്ട് കുഴിച്ചിടാൻ പറഞ്ഞത്? ആർത്തവത്തിൻ്റെ വേസ്റ്റുകളും മറ്റും കുഴിച്ചിടണമെന്ന് എന്തിനാ പറഞ്ഞത്? തോന്നുന്നിടത്ത് വലിച്ചെറിയരുത് എന്തിനാ പറഞ്ഞത്? ഒരാളെ ആഭിചാരം ചെയ്യണമെങ്കിൽ, ഒരാളെ സിഹ്ർ ചെയ്യണമെങ്കിൽ അവരുടെ ബോഡിയുടെ വേസ്റ്റ് കെട്ടിയാൽ അതിവേഗം അതിലേക്ക് കൽപ്പിക്കാൻ പറ്റുമെന്നാണ്. ഏതുമാകട്ടെ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ രൂപത്തിൽ അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഈ പരിപാടികൾ, അവരതിനു വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ നേതാക്കളായ പിശാചുക്കൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതിനെല്ലാം കൂടെ കളക്ട് ചെയ്തു. കാരണം ഇതൊരു വലിയ ശല്യമായി മാറി, ഇതൊരു വലിയ കുഴപ്പമായി മാറി. ആളുകളെ മനസ്സമാധാനത്തോടെ ദീനനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കാതെ പിശാചുക്കളുടെ തേർവാഴ്ചയുടെ കാലം വന്നപ്പോൾ സുലൈമാൻ നബി ഇതിനെല്ലാം കൂടെ വലിച്ചു കൂട്ടിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ചൊരു പെട്ടിയിലാക്കി, ഇതിനെല്ലാം കൂടെ പെട്ടിയിലാക്കിയിട്ട് ഒളിപ്പിച്ചു വെച്ചു. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു കഴിഞ്ഞു. ആ സമയത്ത് പിശാച് മനുഷ്യരൂപത്തിലേക്ക് വരുന്നു. ബനു ഇസ്രായേലിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഹൽ അദുല്ലുകും അലാ കൻസിൻ, ബനു ഇസ്രായേൽ സമൂഹമേ, നിങ്ങൾക്കൊരു അമൂല്യമായ നിധിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഒരു അമൂല്യമായ നിധിയെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ? പറഞ്ഞു, അതെ. എന്താണെന്നറിയുമോ? വരൂ വരൂ, വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് മഹാനായ സയ്യിദുനാ സുലൈമാൻ നബിയുടെ കസേര, സിംഹാസനമുണ്ടായിരുന്ന സ്ഥലം കാണിച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ അടിഭാഗത്ത് നിങ്ങളൊന്ന് തോണ്ടി നോക്കിൻ. അടിഭാഗം തോണ്ടി. യഥാർത്ഥത്തിൽ എന്തായിരുന്നു സംഭവിച്ചത്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടതും ഇബ്ലീസും മക്കളും ഈ ഗ്രന്ഥങ്ങളെല്ലാം കൂടി സുലൈമാൻ നബി വാങ്ങിയിട്ട് ഒളിപ്പിച്ചു വെച്ചിരുന്ന സാധനങ്ങൾ, ഇതിനെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് സുലൈമാൻ നബി സിംഹാസനത്തിൻ്റെ അടിയിലൊന്നും അല്ല കുഴിച്ചിട്ടിരുന്നത്, അതവർ കാണാതെ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നേ ഉള്ളൂ. എന്നാൽ ഇതിനെടുത്തുകൊണ്ട് വന്നിട്ട് സുലൈമാൻ നബിയുടെ സിംഹാസനത്തിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് ബനു ഇസ്രായേലിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കാണിച്ചിട്ട് പറയാ, ഇതിൻ്റെ അടിയിൽ സാധനം ഉണ്ടെന്ന് പറഞ്ഞു. എടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു, അപ്പോൾ തോണ്ടി ഈ ഭാഗമെല്ലാം മണ്ണ് മാറ്റി മാന്തിപ്പറക്കി എടുക്കുമ്പോൾ അവർക്ക് കുറേ താളിയോല ഗ്രന്ഥങ്ങളും പലതും കിട്ടി. ആ സാധനം കിട്ടിക്കഴിഞ്ഞപ്പോൾ സന്തോഷമായി. അപ്പോഴാണ് പിശാച് പറഞ്ഞു കൊടുക്കുക, ഇതുപയോഗിച്ചാണ് സുലൈമാൻ ജിന്നുകളെ, മനുഷ്യരെ, പക്ഷിപറവാദികളെ ലോകത്തെ നിയന്ത്രിച്ചത്. ഇതുപയോഗിച്ച ലോകം കീഴടക്കിയത് സുലൈമാൻ, ലോകത്തിനെ വരുതിയിലേക്ക് കൊണ്ടുവന്നത് ഇതുപയോഗിച്ച. അവർക്ക് താല്പര്യമായി, അവരതിനെ ഇഴകീറി പഠിക്കാൻ തുടങ്ങി. അതിനെക്കുറിച്ചാണ് പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ, വത്തബഉ മാ തത്ലു ശയാതീനു അലാ മുൽക്കി സുലൈമാൻ. മഹാനായ സുലൈമാൻ നബിയെ കുറിച്ച്, മഹാനായ സയ്യിദുനാ സുലൈമാൻ എന്ന പ്രവാചകനെ കുറിച്ച് ആ സമൂഹത്തിലുള്ള ആളുകൾക്കിടയിൽ അവരൊരു നുണ പ്രചരിപ്പിച്ചു കൊടുത്തു. എന്തായിരുന്നു ആ നുണ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സിഹറിന്റെ ആളായിരുന്നു. അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാതീന കഫറൂ. സിഹർ ചെയ്യൽ കുഫ്റാണ്, ആഭിചാരം ചെയ്യൽ കുഫ്റാണ്. ആഭിചാരം ചെയ്തത് സുലൈമാൻ നബിയല്ല, പിന്നെയോ പിശാചുക്കളാണ് ആഭിചാരം ചെയ്തത്. മിൻഹാ മാ യുഫർരിഖു ബൈനൽ മർഇ വസൗജിഹി, ജനങ്ങൾക്കിടയിൽ എങ്ങനെ കുഴപ്പമുണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ
ആ സമൂഹം ബനു ഇസ്രായേലർ അവിടെ നിന്നും തോണ്ടിയെടുത്ത് അവിടെ നിന്ന് മണ്ണ് മാറ്റി എടുത്ത സാധനം, ആ എടുത്ത സാധനത്തിൻ്റെ ആധുനിക ഗ്രന്ഥരൂപമാണ് അത്തൽമൂദ്. നിങ്ങൾ പോണ ഏത് മന്ത്രവാദി താത്താമാരുടെ അടുത്ത് പറയാ, നിങ്ങൾ ഏത് വലിയ എപ്പാപ്പാരുടെ അടുത്ത് പോയാലും വരയും കുറിയും വിളക്കുകാലും ഇങ്ങനെ കളമൊക്കെ വരച്ചിട്ട് കുറേ കാര്യങ്ങളുണ്ടാകും. ഇതൊന്നും ഇസ്ലാമികല്ല കേട്ടോ. നിങ്ങൾ ആ സാധനം എടുത്തിട്ട് നോക്കണം, ഈ സാധനം ഒരുക്കും അത്. ഇനി വേറൊരു സാധനമുണ്ട്, ഇതിൽ രണ്ട് ഭാഗമാണ്. സുലൈമാൻ നബിയുടെ സിംഹാസനം തോണ്ടിയിട്ട് എടുത്തിട്ട് അതിനടിയിൽ നിന്നും പിശാചുക്കളിൽ നിന്നും പിശാചുക്കളുടെ സഹായത്തോടുകൂടി സിംഹാസനത്തിനടിയിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന ഈ സാധനത്തിനെ കുറിച്ച് പിശാച് അവർക്ക് പറഞ്ഞു കൊടുത്തേക്കണം എന്താ? ലോകം കൺട്രോളിൽ കൊണ്ടുവരാൻ, ലോകം നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്നോ ഇതിലൂടെ നടക്കും, ഇതിലൂടെ പരിപാടി നടക്കും. അതിനെ രണ്ട് ഭാഗമായിട്ടാണ് ഇബ്ലീസ് പറഞ്ഞു കൊടുത്തത്. അതിൽ ആത്മീയ ഭാഗം പറയുന്നതിനാണ് അത്തൽമൂദ് എന്ന് പറയും. രണ്ടാമത് രാഷ്ട്രീയ ഭാഗം പറയും, ഇതിനാണ് കബ്ബാല എന്ന് പറയും. കബാല. ഈ രണ്ട് സാധനമാ ഇന്ന് ഇന്ത്യ രാജ്യത്തെ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നതിന്റെ പിന്നിൽ ഈ കബാലയും തെൽമൂദുമാ. ജോ ബൈഡൻ അമേരിക്കയിൽ അധികാരത്തിലിരിക്കുന്നതിന് പിന്നിൽ ഈ കബാലയും തെൽമൂദുമാണ്. ലോകം മുഴുവനും സൗദി അറേബ്യയിലെ സൽമാൻ രാജാവ് ഇരിക്കണതും അത് തന്നെയാ. ലോകത്തെ ഭരണാധികാരികളിൽ ഒരു പക്ഷേ ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ ഇഴകീറി പഠിച്ച് മനസ്സിലാക്കിയതിൽ നിന്നും ഒരല്പമെങ്കിലും ഒരുപക്ഷെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഈ കോർപ്പറേറ്റ് സ്വാധീനമെന്ന് പറയുന്ന ഈ കബാലയുടെയും തൽമൂദിന്റെയും സ്വാധീനമെത്താത്ത ഭരണം ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും, ഇല്ല എന്ന് സമ്മതിക്കേണ്ടി വരും. ഇനി എന്താണ് ഇതിന്റെ അനന്തരഫലം എന്നറിയോ? മില്ലേനിയം പ്രൊജക്ട്, UN യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്രസഭ എന്ന് പറയും. എന്തോ ഇതൊരു വലിയ സംഭവം നാം മനസ്സിലാക്കുക. എന്തോ പഠിക്കും നിങ്ങൾ. എന്താ UN? എന്താ WHO? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. എന്താ വേൾഡ് ഹെൽത്ത്? ഞാനതിന് പറഞ്ഞതെന്നറിയാം, ഞാനല്ല, നമ്മളെപ്പോലെ ആയിരങ്ങൾ വേൾഡ് ഹറാസ്മെന്റ് ഓർഗനൈസേഷൻ എന്നാ പറയാ. രോഗശാന്തിയുടെ പേരിൽ ഇന്ന് നടക്കുന്നത്, ചികിത്സയുടെ മറവിൽ നടക്കുന്നത് ചികിത്സകളാണോ അതോ നമ്മുടെ തലച്ചോറ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഈ വാർത്ത വായിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലോ, എന്താണ്? നമുക്കും ദജ്ജാലിനും കുഴപ്പമുണ്ടാക്കാത്ത രൂപത്തിൽ മനുഷ്യ സമൂഹത്തിനെ ഒതുക്കുക. ഖുദായി നമ്പർ മർമ്മൻ്റെയൊക്കെ പടച്ചവന്റെ നാമത്തിലായി കലിമ ചൊല്ലി മരിക്കാനുള്ള അവസ്ഥ മനുഷ്യന് ബാക്കിയുണ്ടാവരുത്. അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നാ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തൊരു പത്രപ്രവർത്തകൻ പറഞ്ഞു ഇത് ചുമ്മാണെന്ന് പറഞ്ഞു. ഞാൻ ഇതിനെക്കുറിച്ച് കാര്യമായി റിസർച്ച് ചെയ്തു. ഇതിൻ്റെ പുറകിൽ ന്യൂയോർക്ക് ടൈംസിൻ്റെ വാർത്തയാണ്, ഇതിനെക്കുറിച്ചുള്ള ന്യൂയോർക്ക് ടൈംസിൻ്റെ വാർത്തയാണ്. ഇതിൻ്റെ വീഡിയോ ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട് ഇതിൻ്റെ വീഡിയോ. ബിൽഗേറ്റ്സ് 2018 ഈ സാധനം വന്ന 2005 ബിൽഗേറ്റ്സ് ലോകരാജ്യങ്ങളിലെ പ്രതിനിധികളെ വിളിച്ചിരുത്തിയിട്ട് എങ്ങനെ മനുഷ്യന്റെ മനസ്സിനെ, എങ്ങനെ പെണ്ണിന്റെ മനസ്സിനെ, എങ്ങനെ കുട്ടികളുടെ മനസ്സിനെ ഭീകരമാക്കാൻ പറ്റും, എങ്ങനെ പൈശാചികവൽക്കരിക്കാൻ പറ്റും, പിശാചിന്റെ ആരാധനയിലേക്ക് എങ്ങനെ ലോകത്തിനെ കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ ആ വീഡിയോയുടെ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗം നിങ്ങൾക്ക് കാണാം. ഇതാണ് 4 വീഡിയോകൾ ഉണ്ടായിരുന്നു 2004. 2020 ഈ വാർത്ത വരുമ്പോഴുമുണ്ട്. ഇന്ന് കണ്ട 2 വീഡിയോ ഡിലീറ്റ് ആണ്, 2 ഉള്ളൂ. ആ 2 ഉള്ളിൽ ഇത് ബിൽഗേറ്റ്സ് കാണിക്കുന്ന ആ വീഡിയോയിൽ മനുഷ്യന്റെ തലച്ചോറാ കാണിക്കുക. ഈ മനുഷ്യന്റെ തലച്ചോറിൽ, നമ്മുടെ തലച്ചോറിൽ അല്ലാ എന്ന് കേൾക്കുമ്പോൾ, പടച്ചവന്റെ നാമം കേട്ടാൽ വജിലത്ത് കുലൂബുണ്ടാവുമല്ലോ, ആ സംഗതി ഇരിക്കുന്ന ഭാഗത്തുനിന്ന് അതിനെടുത്ത് കളയാ. എങ്ങനെ? ഞാനത് പറയണില്ല, ഒരുപക്ഷെ എന്നെ ഇവിടെ നിന്ന് പിടിച്ചോണ്ടു പോകും. കാരണം അത് ഗവൺമെന്റ് നിയമമൊക്കെ നടപ്പിലായിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവനും, ദുനിയാവ് മുഴുവനും നടപ്പിലാക്കുക. ദുനിയാവ് മുഴുവനും ആഖിറുസ്സമാനിന്റെ കാലത്ത് ഈമാനോടെ ജീവിക്കുക എന്നത് കൽ ആഖിദിൽ ജംറ എന്ന് പറഞ്ഞത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇനിയും തീർന്നില്ല. നമ്മൾ വിചാരിക്കുന്നിടത്തല്ല ലോകം. അനുദിനം ആർത്തലച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുക അല്ലേ? നമുക്ക് ഇന്നലകളിൽ നാം കേൾക്കാത്തതും കാണാത്തത് രൂപത്തിലുള്ള വെള്ളപ്പൊക്കം, മലയിടിച്ചിൽ, പ്രകൃതി ദുരന്തങ്ങൾ ഒക്കെ നമ്മൾ കാണുക. നമ്മളതിനെ പല രൂപത്തിൽ വിലയിരുത്താറുണ്ട്. അതെ, ഇതിൽ മനുഷ്യന്റെ ഇടപെടൽ കൂടി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾ കൂട്ടണ്ട, ഞാൻ പറയണത് നുണയായിട്ട് കൂട്ടിയാൽ മതി. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എടുത്തിട്ട് HAARP എന്നടിച്ചു നോക്കി, ഹാർപ്പ് എന്നടിച്ചു നോക്കുക. ഹാർപ്പ് ഇത്ര അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഒരു സ്ഥലം തെളിയും. അമേരിക്കയിലെ പെൻസിൽവാനിയ 1993 ഹൈ ഫ്രീക്വൻസി സിസ്റ്റത്തിലൂടെ ഹാർപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്താണെന്നറിയോ? കാലാവസ്ഥാ വ്യതിയാനം പോലും ഗവൺമെൻറ്റുകളെ വരുതിയിലാക്കുവാൻ, അധികാരികളെ വരുതിയിലാക്കി
പൈശാചിക താല്പര്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുന്ന രൂപത്തിൽ നമ്മൾ ചിന്തിച്ചതിനൊക്കെ എത്രയപ്പുറം കാര്യങ്ങൾ നടക്കുന്നു. എത്രയപ്പുറം. ചിലർ പറയും ഇതൊക്കെ കോൺസ്പിറൻസി ആണെന്ന് പറയും. അതെ, കോൺസ്പിറൻസി ആണെന്ന് പറഞ്ഞൊരു തിരിച്ചടുത്ത ചോദ്യത്തിന് ആൻസർ തരാൻ പറ്റുന്നില്ല. അതിഭീകരമായൊരവസ്ഥയിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈമാനില്ല. ആകെ ചുരുക്കം എത്രയാ? വൈകിയ വേളയിൽ പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഈമാൻ, പടച്ചറബ് നമുക്ക് നൽകിയ ഹിദായത്ത്, ആ ഹിദായത്തും ഈമാനും അഴിച്ചെടുത്ത് ഈമാനില്ലാത്ത അവസ്ഥയിൽ ഈ ലോകത്തു നിന്നും യാത്രയാക്കുക എന്നതിന് വ്യവസ്ഥാപിതമായ പദ്ധതികളോടെ നടപ്പിലാക്കപ്പെടുന്നു. വാൾട്ട് ഡിസ്നി എന്നൊരു ഗ്രൂപ്പ് തന്നെ പ്രവർത്തിക്കുകയാണ്. വാൾട്ട് ഡിസ്നി എന്താ അവരുടെ പരിപാടി എന്നറിയോ? നമ്മുടെ കുഞ്ഞുമക്കൾ, ഈ കുഞ്ഞുമക്കള്, ആ മക്കൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് കണ്ടുകൊണ്ടിരിക്കുക. നമ്മളെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ആ കുട്ടികളെ കൊടുക്കുക. ആ കുട്ടികൾ, നമ്മൾ പലപ്പോഴും വളരെ അഭിമാനത്തോടെ പറയും എനിക്കറിയാത്തതെല്ലാം അവനറിയാമെന്ന് പറയും. അവനെല്ലാം അറിയാം. അതെ, എല്ലാം അറിയാമെന്ന് പറയും. ആ കുട്ടിയെടുക്കൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ കുട്ടി നോക്കുന്ന എന്താണെന്ന് നോക്കണം. എന്തായിരിക്കും ആ കുട്ടി കാണുന്ന ഗെയിം? ഏതായിരിക്കും? ഒന്നുകിൽ ഷൂട്ടിംഗ്, അല്ലേ, കൊലപാതകം. ആ കുട്ടി കളിക്കുന്ന ഗെയിം, ആ ഗെയിമിൽ ആ കുട്ടിയുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്താണെന്നറിയോ? ആ കുട്ടിയുടെ ടാർഗറ്റ് ഒരു കാറായിരിക്കും, കാർ റേസിംഗ് ആയിരിക്കും. ആ കാർ ഇങ്ങനെ റൈസ് ചെയ്ത് പോകുന്നതിനിടയിൽ വഴിയിൽ നിൽക്കുന്ന മനുഷ്യരെ ഇടിച്ചിട്ട് പോവുക. ആ ഇടിച്ചിട്ട് പോകലാണ്. അപ്പോൾ ഓരോ ഇടിയും, ഒരു ഇടിയിൽ ഒരു മനുഷ്യൻ വീഴുമ്പോൾ ഇത് കുട്ടി ഇങ്ങനെ ആർത്ത്, ആ കുട്ടിയുടെ മനസ്സിലെ സന്തോഷം. ഈ കുട്ടി ഇങ്ങനെ ആ വഴിയിൽ കാണുന്ന മനുഷ്യരെ, മൃഗങ്ങളെ ഇടിച്ചിടിച്ച് അവസാനം ഗെയിം ഓവർ, സമ്മാനം ഇതാവുക. ഈ കുട്ടിയാണ്. അവന് റിയാലിറ്റിയിൽ കൊലപാതകത്തിന്റെ പരിശീലനം കൊടുത്ത് ഇന്ന് അത്യന്താധുനിക സമൂഹത്തിൽ കുഞ്ഞുകുട്ടികൾ തോക്കെടുത്തിട്ട് അയൽപക്കത്തിരിക്കുന്നവന്റെ നെഞ്ചത്തേക്ക് നിറയൊഴിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ അവന് യാതൊരു സങ്കോചവുമില്ല, അവന് യാതൊരു വിഷമവുമില്ല. തൻ്റെ പ്രിയതമനെ കുറുതി കൊടുത്തിട്ട് തൻ്റെ പ്രിയതമനെ കൂട്ടക്കൊല നടത്തുവാൻ സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന ഭാര്യമാർ, സ്ത്രീകൾ, സ്വന്തം ഭാര്യയെ സമൂഹ മധ്യത്തിൽ കാഴ്ചവെക്കുന്ന ഭർത്താക്കന്മാർ, യാതൊരു സങ്കോചവുമില്ല. മനുഷ്യന്റെ മനസ്സുകൾ മലീമസമായി പോയി. നമ്മുടെ മക്കളും സ്ത്രീകളും ഇന്ന് എത്തി നിൽക്കുന്നത് നാം ചിന്തിക്കുന്നതിനും എത്രയോ അപ്പുറമാണ്. അള്ളാഹു കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള തൗഫീക്ക് തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇതിന്നിപ്പോൾ എന്താ രക്ഷ? ആകെ പ്രശ്നങ്ങളെല്ലാം കൂടെ കേട്ടിട്ട് ഇതിപ്പോൾ എന്താ ചെയ്യാന്നാണ്. ഇപ്പം എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഇനിയുള്ള കാലം ആശങ്കയുടെ കാലമാണ്. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്തൊക്കെ ബാക്കിയാക്കി, ഈമാനൊക്കെ ബാക്കിയാക്കി, യഖീനും തവക്കുലൊക്കെ ബാക്കിയാക്കുന്ന ആളുകൾ കുറച്ച് അടിയുറച്ച് ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. ലോകത്ത് സാത്താനിസം നടപ്പിലാക്കാൻ, പൈശാചിക സേവ നടപ്പിലാക്കാൻ, ആഭിചാര പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി സാത്താനിസത്തിന്റെ, ദജ്ജാലിസത്തിന്റെ സംവിധാനങ്ങൾ നടപ്പിലാക്കുവാൻ ലോകത്ത് മതങ്ങൾ ഇല്ലാതെയാകണം. മതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് മതത്തിന്റെ വിശ്വാസം ഒരല്പമെങ്കിലും അടിയുറച്ച അചഞ്ചലമായ യഥാർത്ഥ വിശ്വാസം ബാക്കിയുണ്ടെങ്കിൽ അത് ഇസ്ലാമിലും മുസ്ലിങ്ങളിലുമാണ് ബാക്കിയുള്ളത്. ബാക്കിയൊക്കെ ഒഴുക്കിനൊത്തൊഴുകാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ. പരിശുദ്ധ ഖുർആൻ പിശാച് ലോകം നിയന്ത്രിക്കുവാൻ ആഗ്രഹിച്ചിറങ്ങിയ പിശാച്, ആ പിശാചിന്റെ തുടക്കവും മനുഷ്യ ലോകത്ത് ആ പിശാചിന്റെ ശത്രുതയും, ആ പിശാച് സ്വർഗലോകത്ത് നിന്ന് വരുമ്പോൾ തന്നെ ഫബിമ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാതകൽ മുസ്തഖീം. സ്വർഗലോകത്ത് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന പിശാച്, ആ പിശാചിന് സ്വർഗത്തിൽ നിന്നും പുറത്തേക്ക് വരേണ്ടി വന്നപ്പോൾ ആ പുറത്തേക്ക് വരാൻ കാരണക്കാരനായ, അതിന് ഹേതുവായി മാറിയ ആദമിനോടും മക്കളോടും പിശാചിന് അരിശമായി ആ പിശാച് പറഞ്ഞു, ആ പിശാച് പടച്ചറബിനോട് പറഞ്ഞു, ഫബിമ അഗ്വൈതനി, അല്ലാഹുവേ ഞാൻ പിഴപ്പിക്കപ്പെട്ടവനായി നീ എന്നെ പിഴപ്പിച്ചു. അതുകൊണ്ട് തന്നെ നീ ആദമിനെയും മക്കളെയും സ്വർഗത്തിലേക്ക് നയിക്കുന്നൊരു പാതയുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് പോകുന്ന ദുനിയാവിന്റെ വഴിയിൽ, ആ വഴിയുടെ ഓരത്ത് ഞാൻ പോയി നിൽക്കുന്നതാ. എന്നിട്ട് ഞാൻ അവിടെ കുത്തിയിരിക്കും. അവർക്ക് ഞാൻ ഒരുപാട്
കാര്യങ്ങൾ ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കുന്നതാ. അവർക്ക് പലതിനെയും ഞാൻ ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കുന്നതാ. എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട്, എൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവരവരുടെ മൃഗങ്ങളുടെ കാതുകളെ കട്ട് ചെയ്യുന്നതാ. അവരുടെ മനുഷ്യരുടെ കുഞ്ഞുങ്ങളെ അവർ ബലി കൊടുക്കുന്നതാ, കുരുതി കൊടുക്കുന്നതാ, ബലിപീഠങ്ങളിൽ അറുക്കുന്നതാ. ആ മനുഷ്യരെ ഞാൻ പിഴപ്പിച്ച് മുഴുവൻ ആളുകളെയും നരകത്തിലേക്ക് എത്തിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പിശാചിൻ്റെ സാന്നിധ്യത്തിനെ കുറിച്ച്, നമ്മളോടൊപ്പം ആ പിശാചിൻ്റെ പ്രേരണയെ കുറിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഇന്ന ശൈത്താന യജ്രി മിൻ ബനി ആദമ മജ്റദ്ദമി. രക്തം ഓടുന്ന സ്ഥലത്തിലെല്ലാം ഇവന് ഓടും, എല്ലാ സ്ഥലത്തും ഉണ്ടാവും. പലതും നമുക്ക് തോന്നിപ്പിച്ചു തരും, പലതും നമുക്ക് താല്പര്യങ്ങൾ ഉണ്ടാക്കി തരും. ആ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ പോകും. ആ പിശാച് നമ്മളെ അവന് കീഴടക്കുവാൻ അവൻ ഒന്നാമതായി പിടിക്കുന്ന വഴികൾ. അപ്പോൾ ഈ തൽമൂദ് പിന്നെ ആത്മീയ ചൂഷണത്തിനും കബ്ബാല രാഷ്ട്രീയ ചൂഷണത്തിനും ഉപയോഗിച്ചത്. അതായത് ഇന്ന് ലോകം, ഇന്ത്യയുടെ നരേന്ദ്രമോദി അധികാരം പിടിച്ചതും ജോ ബൈഡൻ പിടിക്കുന്നതും പിന്നെ ഇസ്രായേലിൽ പിടിക്കുന്നതും ഇറാനിൽ പിടിക്കുന്നതും ഒക്കെ ലോക രാജ്യങ്ങളിൽ ശൈത്താനിസത്തിൻ്റെ, അതായത് സാത്താനിസത്തിൻ്റെ സപ്പോർട്ടർമാരായി മാറിയ ഭരണകൂടങ്ങൾ ഭരണം പിടിക്കാൻ ഉപയോഗിക്കുന്ന സാധനം കബ്ബാല. നിങ്ങൾക്കറിയോ, ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് എടുത്തിട്ട് കറങ്ങുന്ന സാഹചര്യങ്ങളുണ്ട്. ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് എടുത്ത് കറങ്ങുന്ന സാഹചര്യങ്ങളെ അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. വലിയ പ്രബുദ്ധത പറയുന്നു. ഇന്ത്യ രാജ്യത്തിൻ്റെ കോടതികളിൽ 13 നമ്പർ റൂമുണ്ടോ? 13 നമ്പർ റൂമുണ്ടോ കോടതികളിൽ? ഇല്ല. 13 666 ഒക്കെ ശകുനായിട്ട് അവർ കാണുക. ശകുനം എന്ന് പറഞ്ഞാൽ അത് വലിയ ഭയമായിട്ടാണ് അവർ കാണുക. എന്തുകൊണ്ട്? ഇത് വലിയ പ്രബുദ്ധതയുള്ള സമൂഹത്തിലേക്കാണ് നടക്കുക. ഏതായിരുന്നാലും ശരി, ഈ പിശാച് മനുഷ്യരെ പഴപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ഉപയോഗിച്ച് ആത്മീയ ചൂഷണം ഉണ്ടായി കഴിഞ്ഞാൽ രാഷ്ട്രീയ ചൂഷണവും ഉണ്ടാവും.